സോ അതിൻ്റെ സക്സസ് ആണ് എപ്പോഴും കൂടുതൽ. അത് IVF ട്രീറ്റ്മെൻറ്റിൻ്റെ സക്സസ് കൂടുന്നു, മറ്റേത് കുറവെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ മറ്റേത് നാച്ചുറൽ പ്രോസസ്സിനെ നമ്മൾ എൻഹാൻസ് ചെയ്ത് കൊണ്ടുവരുന്നത് മാത്രമേ ഉള്ളൂ. IVF എന്ന് പറയുമ്പോൾ അത് ഇൻ്റർവെൻഷൻ ചെയ്ത് നമ്മൾ റിസൾട്ട് ഉണ്ടാക്കുന്നതാണ്. ഡെഫിനറ്റ്ലി വീൽ പിക്ക് ദ ബെസ്റ്റ് എഗ് ആയിരിക്കും, ബെസ്റ്റ് സ്പേം ആയിരിക്കും, ആൻഡ് വീൽ ട്രൈ ടു മേക്ക് ബെസ്റ്റ് എംബ്രിയോസ്. ആ എംബ്രിയോ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ബെസ്റ്റ് ടൈമിലായിരിക്കും അമ്മയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുന്നത്. അപ്പോൾ അതിന് ചാൻസസ് കൂടും. സോ ഗ്ലോബലി നമ്മൾ പറയുക 40 to 55%, 60% എന്നൊക്കെ പറയും. അത് ചില കേസിൽ നമുക്ക് ഇൻഡിവിജ്വൽ പേഷ്യൻസ്, ഇപ്പോൾ കുറേ യങ് ആയിട്ടുള്ള പേഷ്യൻ്റാണ് വിത്ത് ട്യൂബ് ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് നല്ല സക്സസ് കിട്ടും. കാരണം ട്യൂബൽ ഇഷ്യൂ മാത്രമേ ഉള്ളൂ. അത് ഓവർകം ചെയ്യാൻ ഏറ്റവും നല്ലത് എഗ്ഗ് പുറത്തെടുത്ത് എംബ്രിയോ ആക്കിയിട്ട് തിരിച്ചിടുക എന്നുള്ളതാണ്. സോ ഷീ വിൽ ഗെറ്റ് പ്രഗ്നൻസി ലൈക്ക് മോർ ഈസിലി. ചിലപ്പോൾ ഏജ് ഒക്കെ അഡ്വാൻസ് ചെയ്യുമ്പോൾ അതിൻ്റെ സക്സസ് കുറയും. ഇപ്പോൾ ഏജ് വളരെ കൂടുന്ന പേഷ്യൻ്റ് നമുക്ക് 20% താഴെ നമുക്ക് സക്സസ് കിട്ടുള്ളൂ. നമ്മളൊരു 40s 40s വരുമ്പോൾ നമ്മൾ അവരുടെ എഗ്ഗ് വെച്ച് ചെയ്യുമ്പോൾ തന്നെ അവരുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റി ഒക്കെ കുറവാണെങ്കിൽ നമുക്ക് 10% ഒക്കെ ചാൻസ് ഉള്ളൂ. ബട്ട് ദർ ഇസ് എ ചാൻസ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ചാൻസ് ആണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൽ.